മോസ്കോയിലേക്ക് വെടിയുതിർക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ഉക്രൈൻ അടുത്തിടെ കണ്ടെത്തി. ഈ ഫ്ലെയിംഗോ മിസൈലിനെ കുറിച്ച് നമ്മൾ 2 ദിവസം മുൻപ് സംസാരിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയുടെ പക്കൽ നിന്ന് എന്ന് പറയാൻ സാധിക്കില്ല. വാഷിംഗ്ടൺ പോസ്റ്റിൽ, വാൾ സ്ട്രീറ്റ് ജേർണലിലും ഒരു ലേഖനം പുറത്തു വന്നു. ഉക്രൈൻ ലോങ് റേഞ്ച് വെപ്പൺസ്, അത് ഉക്രൈൻ നിർമ്മിക്കുന്ന മിസൈൽ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെസ്റ്റേൺ പാർട്ട്നേഴ്സ് സഹായമായി നൽകിയത് എയ്ഡായി നൽകിയ മിസൈൽ സിസ്റ്റം ആയിരുന്നാലും ശരി, അത് മോസ്കോയിൽ ഫയർ ചെയ്യുന്നത് ഇപ്പോഴും റെഡ് ലൈൻ നൽകി അമേരിക്ക തടയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഉക്രൈൻ ഇന്ന് വരെയും അവരുടെ ഹോം ഗ്രൗണ്ട് സിസ്റ്റം, ഈ ഫ്ലമിംഗോ പോലുള്ള മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാത്തത്. എന്നാൽ ഒരു അപ്രൂവൽ ലഭിച്ചാൽ ഒരു ദിവസം ശരാശരി 10 മിസൈലോളം വിക്ഷേപിക്കാനുള്ള കഴിവ് ഉക്രൈന്റെ പക്കൽ ഉള്ളതായി പറയുന്നു. അതിനാൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ, കൂടെ തന്നെ മറ്റ് 2 പ്രധാനപ്പെട്ട വാർത്തകൾ. അമേരിക്ക ഇന്ത്യ താരിഫിനെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യയെ ഇന്ത്യയുടെ പക്കൽ നിന്നും വേർപെടുത്താനുള്ള തന്ത്രമായും അതിപ്പോ കാണാം. അതുപോലെ ഡോൺബോസ് മേഖല ഉക്രൈന് നൽകാൻ തീരുമാനിച്ചതായും ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് 3 റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. വെസ്റ്റേൺ കൺട്രീസിന്റെ ഈ ഒരു സപ്പോർട്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ഇന്ന് വരെയും യുദ്ധം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തന്നെയുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ കാണാൻ കഴിയും. ഈ യുദ്ധത്തെ നടത്തിക്കൊണ്ടു പോകുന്നത് വെസ്റ്റ് എന്ന് പറയാൻ കഴിയും. ഉക്രൈന്റെ ഡിഫൻസിന് മുൻപിൽ നിൽക്കുന്നത് വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും ഈ യുദ്ധത്തെ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ വഴിവിതയ്ക്കുന്ന ഒന്നല്ല. ഇപ്പോൾ വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ലോങ് റേഞ്ച് ഉള്ളത് ATACMS, അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം. ഇത് അമേരിക്കയുടെ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് UK സ്റ്റോം ഷാഡോ. മറ്റ് വേരിയൻസ് എല്ലാം ഇവിടെ പക്കലുണ്ട്. അപ്പോൾ റഷ്യയെ ഡീപ്പായി ആക്രമിക്കണം. റഷ്യയുടെ ഭാഗങ്ങൾ, ക്രീമിയയുടെ തീരം, ഇവയെല്ലാം ഉക്രൈൻ പൂർണ്ണമായും നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 മിസൈൽസ് ആണ് കൂടുതലായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ATACMS എന്നത് കേഴ്സ്ക് ഇൻവേഷനിൽ ഉക്രൈന് വലിയൊരു ഒഫൻസീവ് ചാൻസ് തന്നെ നൽകി. ഇപ്പൊ തുടക്കത്തിൽ ഒരു റെഡ് ലൈൻ റഷ്യ നൽകിയിരുന്നു. അതായത് വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ്സ് നൽകുമ്പോൾ പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അമേരിക്ക അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നപ്പോൾ സഹായം ഇങ്ങനെ വാരിക്കോരി നൽകിക്കൊണ്ടിരുന്നു. പക്ഷെ റഷ്യയ്ക്ക് അതിനുശേഷം ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഇങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. വെറുതെ റെഡ് ലൈൻ മാത്രം നൽകിക്കൊണ്ടിരുന്നാൽ ഇവിടെ ആരും സഹായം നൽകുന്നത് അവസാനിപ്പിക്കില്ല. അതിനുശേഷം ATACMS ലോഞ്ചേഴ്സിനെ നശിപ്പിക്കാൻ തുടങ്ങി. പാട്രിയോട്ട് ലോഞ്ചേഴ്സിനെ ആക്രമിച്ചു. ഉക്രൈന്റെ ടാങ്ക്സ്, അമേരിക്ക UKയുടെ പക്കൽ നിന്ന് വന്ന ടാങ്ക്സ് എല്ലാം നശിപ്പിച്ചു. റഷ്യ അവരുടെ മറുപടി ഈ രീതിയിൽ നൽകിക്കൊണ്ടിരുന്നു. ഇതിൽ ഉക്രൈനുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം, ഓരോ തവണ ATACMS നശിപ്പിക്കപ്പെട്ടതായി വാർത്ത വന്നപ്പോഴും, അല്ലെങ്കിൽ UK സ്റ്റോം ഷാഡോ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് വാർത്തകൾ വന്നപ്പോഴെല്ലാം ഉക്രൈന് നൽകുന്ന ആയുധ സഹായം വർദ്ധിക്കാൻ തുടങ്ങി. ഏകദേശം ഇതൊരു ഈഗോ ഗെയിം പോലെയായി. എന്റെ വെപ്പൺസ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അധികമായി തന്നെ നൽകും. ഇത് ഉക്രൈൻ അവർക്ക് അനുകൂലമാക്കി തന്നെ മാറ്റി. എന്നാൽ ഇതിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പോകുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ ഭരണകാലം അവസാനിക്കുന്നതിന് മുൻപ്, ചില ആഴ്ചകൾക്ക് മുൻപ് ATACMS റഷ്യക്ക് നേരെ ഉപയോഗിക്കാം. അത് മോസ്കോയെ ഹിറ്റ് ചെയ്യാനും ഉക്രൈൻ അനുവാദമുണ്ട്. ഇങ്ങനൊരു തീരുമാനം അവരെടുത്തു. ഇങ്ങനെ മുഴുവനായും എല്ലാ കാര്യവും സെലൻസ്കിക്ക് നേരെ തിരിച്ചുവിട്ടു. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള സഹായം ഒന്നും പുറത്തു വന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇവയെ എല്ലാം പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെസ്റ്റേൺ പാർട്ട്നേഴ്സിന്റെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാനുള്ള നിരോധനം മാത്രമല്ല ഏർപ്പെടുത്തിയത്. ഉക്രൈന്റെ പക്കൽ ഒരു മിസൈൽ പവർ ഉണ്ട്. ഉക്രൈന്റെ പക്കൽ അവർ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ഫയർ പവർ ഉണ്ട്. അത് ഉപയോഗിച്ച് തീർച്ചയായും മോസ്കോയെ ഉക്രൈനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. ഉക്രൈൻ ചിന്തിക്കുകയാണെങ്കിൽ റഷ്യയുടെ തലസ്ഥാനത്ത് തന്നെ ഒരു ദിവസം 10 മിസൈലുകൾ വെച്ച് ആക്രമിക്കാനുള്ള കഴിവുണ്ട്. ഇത് അമേരിക്കയ്ക്കും അറിയാം. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് എല്ലാം അമേരിക്കയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഉക്രൈൻ ഈ ആയുധങ്ങൾ, ലോങ് റേഞ്ച് പോകുന്ന ആയുധങ്ങൾ, അത് ഉക്രൈൻ വെപ്പൺ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്ക UK വെപ്പൺ സിസ്റ്റം ആയിക്കോട്ടെ, പ്രധാനമായും ഈ മോസ്കോ റീജിയണിനെതിരെ ഇത് ഫയർ ചെയ്യാനും റഷ്യയുടെ ഡീപ്പ് പൊസിഷൻസിൽ ഫയർ ചെയ്യുന്നതിനും അമേരിക്ക ഒരു നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ ഉക്രൈന്റെ പക്കൽ മിസൈൽ പവർ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, ഈ ഫ്ലമിംഗോ മിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അതൊരു ക്യാപ്പബിളായ മിസൈൽ അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു റോക്കറ്റിനെ മിസൈലായി ഉക്രൈൻ ഫയർ ചെയ്താൽ പോലും ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് അത് വളരെ ഹെവി ആയിരിക്കും. അതായത് ഇന്ന് വരെയും റഷ്യയ്ക്കുള്ള ഒരു സേഫ് സോൺ ഉക്രൈന്റെ പക്കൽ ഇങ്ങനെ ഒരു മിസൈൽ ഓപ്പറേഷനായി ഇല്ല എന്ന് ചിന്തിച്ചു. അതിനനുസരിച്ചതുപോലെയായിരുന്നു റഷ്യയുടെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ഇൻപുട്ട് എല്ലാം മുന്നോട്ട് പോയത്. പക്ഷേ ഉക്രൈൻ അത് ഉപയോഗിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് റഷ്യയുടെ സ്ട്രാറ്റജി മുന്നോട്ട് പോയത്. എന്നാൽ
ഉക്രൈൻ ഇത് ഫയർ ചെയ്യുമ്പോൾ റഷ്യയുടെ സ്ട്രാറ്റജി പൂർണ്ണമായും മാറും. ഇവർ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തതുപോലെ ഒരു ദിവസം 10 മിസൈൽ ഫയർ ചെയ്യണമെന്നൊരു ആവശ്യമേ ഇല്ല. ഒരു ദിവസം 2 മിസൈൽ ഫയർ ചെയ്താൽ മാത്രം മതി. ആ 2 മിസൈൽ റഷ്യ ഡിഫെൻഡ് ചെയ്താലും മതി. അവരുടെ സ്ട്രാറ്റജി അവിടെ പൂർണ്ണമായും മാറ്റേണ്ട ഒരു ആവശ്യകത ഉണ്ടാകും. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാടിൽ വ്യക്തമാണ്. ഈ ആർട്ടിക്കിൾ വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഉക്രൈന്റെ പക്കലുള്ള വെപ്പൺസ് കൊണ്ട് പോലും റഷ്യയെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ ഇതൊന്നും ചെയ്യില്ല എന്ന് ചോദിക്കാം. കാരണം അത് അവരുടെ വെപ്പണാണ്. എത്ര തന്നെ ഇന്റർനാഷണൽ സഹായത്തോടുകൂടി ആ വെപ്പൺസ് അവർ നിർമ്മിച്ചാൽ പോലും അത് അവരുടെ ലേബലോടുകൂടി പുറത്തു വരുമ്പോൾ അത് ഉക്രൈൻ ഫയർ ചെയ്യുന്നതിനുള്ള അനുവാദം പോലും അവർക്കില്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഉക്രൈൻ അംഗീകരിക്കുക? ഇതിനപ്പുറം ഉക്രൈൻ ആ വെപ്പൺ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കില്ല. അടുത്ത ഉക്രൈൻ അമേരിക്കയുടെ പക്കൽ നിന്നും ഏതൊരു സഹായവും വരില്ല. കേർസ്കിൽ ഓപ്പറേഷൻ സ്ട്രീം റഷ്യ ലോഞ്ച് ചെയ്തപ്പോൾ എങ്ങനെയാണോ ഫെബ്രുവരി മാസം അമേരിക്ക മുഴുവൻ കണക്ടിവിറ്റിയും കട്ട് ചെയ്ത് റഷ്യയ്ക്കുള്ള എല്ലാ ഇന്റലിജൻസ് ഇൻപുട്ടും കട്ട് ചെയ്തത്, അതുപോലെ ഇവിടെയും ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ശരാശരി 100-120 സ്ക്വയർ കിലോമീറ്റർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന റഷ്യ വീണ്ടും കൂടുതൽ ദൂരം മുന്നേറാനുള്ള ഒരു വഴി ഉണ്ടാക്കും. രണ്ടാമതായുള്ളത് ഇന്ത്യയെക്കുറിച്ചുള്ള വാർത്തകളാണ്. JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ റഷ്യയെ നിങ്ങൾ കോർണർ ചെയ്യണമെന്ന് ചിന്തിക്കുന്നു, ശരി. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നു, ശരി. ഇതിൽ ഇന്ത്യക്ക് താരിഫ് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഇത് റഷ്യ ഏത് രീതിയിൽ ബാധിക്കും? അല്ലെങ്കിൽ ഇത് കാരണം റഷ്യയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി ഒരു മറുപടി പറഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ ടേംസിൽ അത് വളരെ ലളിതമാണ്. Secondary tariffs on India to try to make it harder for the Russians to get rich from their oil economy. He's tried to make it clear that Russia can be re-invited into the world economy if they stop the killing. റഷ്യയ്ക്ക് ഒരുപാട് വരുമാനം നൽകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ അവർക്ക് ഇൻകം നൽകുന്നത് കൊണ്ടാണ് റഷ്യ എന്ന് പറയുന്നതിനേക്കാൾ റഷ്യക്കാർ സന്തോഷകരമായി ജീവിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ നമ്മളിവിടെ ഒറ്റപ്പെടുത്തണം. ഇന്ത്യയെ റഷ്യയിൽ നിന്നും വിഭജിച്ചാൽ റഷ്യക്കാർ എഫക്റ്റ് ആകുമെന്നൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ളൊരു ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ 10-18% റഷ്യക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് വാങ്ങുന്നുണ്ട്, ഓയിൽ വാങ്ങുന്നുണ്ട്. അവർക്കത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അത്രത്തോളം തന്നെ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം പ്രശ്നം ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നതാണ്. ഇന്ത്യ വാങ്ങുന്ന ഓയിൽ മാത്രമാണ് ഇവർക്ക് പ്രശ്നം. അങ്ങനെ വാങ്ങുന്ന ഓയിലിന് പോലും ഇന്ത്യ മുഖത്തടിച്ചതുപോലൊരു മറുപടി പറഞ്ഞു. ജയശങ്കർ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ ആരും ഇന്ത്യയുടെ പക്കൽ നിന്നും റിഫൈൻഡ് ഓയിൽ വാങ്ങാൻ ആവശ്യപ്പെടുന്നില്ല. റഷ്യയുടെ പക്കൽ നിന്നും ഞങ്ങൾ ഓയിൽ വാങ്ങുന്നു, പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങുന്നു. അത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ വാങ്ങുന്നത് ഞങ്ങളാണ്. We are buying oil to stabilize the oil markets. Yes, it is in our national interest. We have never pretended otherwise, but we also say it is in global interest. റിഫൈൻ ചെയ്ത് വാങ്ങുന്ന ഓയിൽ ഇന്ത്യയാണോ കൺസ്യൂം ചെയ്യുന്നത്? അതിലൊരു പ്രത്യേക പെർസെന്റേജ് പോലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നില്ല. വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വിലയെല്ലാം കുറയുമായിരുന്നു. അത് ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടെ ചെയ്യാതെ പുറത്തേക്ക് അയക്കുന്നുണ്ട്. ഈ ഓയിൽ മുഴുവനായും വാങ്ങുന്നത് നിങ്ങളാണ്. അപ്പോൾ ലിറ്ററലി നോക്കിയാൽ ഞങ്ങൾ ഇവിടെ വാങ്ങി ഒരു ബിസിനസ് പോലെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള കമ്പനീസ് അതെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മുഴുവനായും ഞങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയെ ഉപയോഗിച്ച് നിങ്ങളാണ് ലാഭം കൊള്ളുന്നത്. ഇന്ത്യയുടെ പക്കൽ നിന്ന് വാങ്ങുന്ന ഓയിൽ, റഷ്യൻ റിഫൈൻഡ് ഓയിൽസ് വെസ്റ്റേൺ കൺട്രീസ് ആണ് വാങ്ങുന്നത്. നിങ്ങൾ ആരും വാങ്ങാതിരുന്നാൽ തന്നെ ഇന്ത്യക്ക് ഓയിൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ ഒരു മറുപടി പറഞ്ഞു. ഇതിനാരുടെ പക്കലും യാതൊരു മറുപടി ഉണ്ടാകില്ല. ചൈനയെ നോക്കിയാൽ റഷ്യക്ക് ചൈനയാണ് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഓയിൽ മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ റഷ്യ ചിപ്പ് മാനുഫാക്ചർ, വെപ്പൺസ് കയറ്റുമതി ചെയ്യുക, ഡുവൽ ഗുഡ്സ് കൂടുതൽ ചെയ്യുന്നത്, ഇങ്ങനെ ചൈനയാണ് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ചൈനയിൽ കൈവയ്ക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. അങ്ങനെ ഉള്ളപ്പോൾ ഇന്ത്യയെ മാത്രം കോർണർ ചെയ്യുന്നത്, അതിനുവേണ്ടി ഇങ്ങനെ ലോജിക്കേ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതെല്ലാം ഒരിക്കലും അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്കണോമിക് താരിഫ് ത്രെഡ്, ആ ഒരു വാർ എന്നത് റഷ്യൻ ഓയിലിനെ മാത്രം അടിസ്ഥാനമാക്കി വന്നതല്ല. ഇവിടെ അമേരിക്കയുടെ ഡീൽസ് എല്ലാം ഇന്ത്യ മേക്ക് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയും കൂടുതൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ മാറണം എന്നുള്ളതിന് വേണ്ടിയും കൊണ്ടുവന്ന ഒരു ടോപ്പിക്കാണ് ഈ ട്രേഡ് ആൻഡ് താരിഫ്. മൂന്നാമതായി പറഞ്ഞ കാര്യം ഡോൺബോസ് പ്രദേശത്തെക്കുറിച്ചാണ്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചതിന്റെ കാരണം ഡോൺബോസ് ആണ്. അവിടെയുള്ള എത്നിക് റഷ്യൻസിന്റെ പ്രശ്നം, ഉക്രൈൻ അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നില്ല, ഇങ്ങനെ 1008 പ്രശ്നങ്ങൾ പറയാം, റീസൺസ് പറയാം. എന്നാൽ പ്രാക്ടിക്കലി ഡോൺബോസ് പ്രദേശം റഷ്യക്ക് തന്നെ നൽകാനായി ഉക്രൈൻ സമ്മതിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഉക്രൈൻ ഗവൺമെന്റിൽ നടന്ന ഒരു ഹയർ ലെവൽ മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനമാണ്. അതിൽ പറഞ്ഞത് ഡോൺബോസിന് മാത്രം നൽകുകയാണെങ്കിൽ ഓക്കെ, അതായത് ഈ പ്രശ്നം എവിടെ നിന്നാണോ ആരംഭിച്ചത് അതിനനുസരിച്ചതുപോലെ അത് മാത്രം റഷ്യക്ക് നൽകിയിട്ട് മറ്റു പ്രദേശങ്ങളെ തിരികെ റീക്ലെയിം ചെയ്യാൻ ട്രൈ ചെയ്യുമെന്നുള്ളതായിരുന്നു ഉക്രൈൻ്റെ ഒരു വാദം.
എന്നാൽ ഇത് പ്രാക്ടിക്കലി സംഭവിക്കാൻ ഇവിടെ സാധ്യത വളരെ കുറവാണ്. കാരണം 2022 തന്നെ റഷ്യയുടെ നിയമപ്രകാരം ഈ 4 പ്രവശ്യയും ഒരു വോട്ടിങ്ങിലൂടെ റഷ്യൻ പ്രദേശങ്ങളായി മാറ്റിയിട്ടുണ്ട്. അതായത് ഇവയെല്ലാം റഷ്യൻ പ്രദേശമായി അംഗീകരിച്ചിട്ടുണ്ട്. റഷ്യയുടെ നിയമപ്രകാരം ഈ 4 പ്രദേശങ്ങളും റഷ്യയോട് ചേർത്ത പ്രദേശങ്ങളായി പറയപ്പെടുന്നു. ഇതിൽ നിന്നും അവർക്ക് ഇതിനെ വിഭജിച്ച് കൊണ്ടുവരാൻ എത്രത്തോളം കഴിയും, അല്ലെങ്കിൽ സാബ്രോസീഷ്യൊക്കെ റഷ്യ തിരികെ നൽകുമോ എന്നൊന്നും അറിയില്ല. കാരണം അവിടെയുള്ളത് വലിയൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അതിന്റെ എനർജി റിസോഴ്സ് റഷ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം നൽകിയിട്ട് ഡോൺബോസ് മാത്രം റഷ്യ വച്ചിരിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. തുടക്കത്തിൽ ഒന്നും നൽകില്ല എന്ന് പറഞ്ഞ സെലൻസ്കി ഇപ്പോൾ ഡോൺബോസ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 4 റീജിയണും നിങ്ങൾ തന്നെ വെച്ചുകൊള്ളുക, ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞാൽ അതിലും ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. കാരണം അത്രത്തോളം പ്രഷർ വർദ്ധിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.